Good afternoon, everyone. Good afternoon, Miss. Good afternoon. Okay, ശ്രമിക്കുന്നതിന് കുറവാണല്ലോ സ്റ്റുഡൻസ് ആരില്ല. Okay, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Okay, teacher. Okay. സ്റ്റാർട്ട് ചെയ്തോളൂ. പ്രയോ ആരെ പ്രയോ ആരെ ചൊല്ലാം? Okay, yeah. Good afternoon, everybody. Eternal God, creator of all, I firmly believe that I am now your presence. I adore divine majesty and ask of you to enlighten my mind that may know you more clearly and to move my heart to love you above all things and be the help me that I may never in thoughts, words, or deeds offend you and your creations. Thank you. Okay. Next cover of the day. Yes, Miss Jnana. Good afternoon, everyone. Today's thought of the day. The root of education are bitter, but the fruit is sweet. Aristotle. I repeat, the root of education are bitter, but the fruit is sweet. Aristotle. Thank you. Okay. അപ്പൊ എന്താണ് സ്റ്റുഡൻസിന്റെ കുറവ് എന്താണ്? വളരെ കുറവാണ്. അറിയില്ല. ആദ്ര മിസ്സിന്റെ മാറിയില്ലേ വേദന? ആദ്ര മിസ് ഇനിയിപ്പോ എന്റെ ക്ലാസ്സിൽ എന്റെ ക്ലാസ്സിൽ ആദ്ര മിസ് ആയിരുന്നു. ക്ലാസ്സിൽ വരും. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അഡ്ജക്റ്റീവ് ആൻഡ് നൗൺ ഫ്രേസ് അല്ലെ രണ്ടും കൺഫ്യൂഷൻ ആയിട്ടാണ് പോയത്. ഓക്കെ, എങ്ങനെയാണ്? ക്ലിയർ ആയോ? പറയൂ, ക്ലിയർ ആയോ? അത് കൺഫ്യൂഷൻ? മാം നൗൺ ഫ്രേസ് ഒന്നുകൂടെ പറഞ്ഞുതരാമോ? അഡ്ജക്റ്റീവ് ഫ്രേസ് ക്ലിയർ ആണോ? ഓക്കെ, ഇതിനാണ് ചെറുത് പറഞ്ഞത്. ഓക്കെ, identify which is the adjective and the noun clause. First one is noun clause. പറയൂ, എല്ലാവരും പറയൂ, ആൻസർ പറയൂ. First one is noun clause. First one. First one is adjective clause or what? That. എല്ലാവരും അവരുടേതായ ആൻസേഴ്സ് പറയും. ഇതിന് കറക്റ്റ് ആൻസർ നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡ്ജക്റ്റീവ് നൗൺ ക്ലോസും തമ്മിൽ കൺഫ്യൂഷൻസ് ഒന്നുമില്ല എന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഓക്കെ, അത് ക്ലിയർ ആയിട്ടില്ല, ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഫസ്റ്റ് വൺ നൗൺ ക്ലോസ് എന്ന് പറഞ്ഞുകൊണ്ട് അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറഞ്ഞു. ഓക്കെ, സെക്കൻഡ് വൺ പറയും.
സെക്കൻഡ് വൺ പറയൂ. മിസ് എനിക്ക് നോൺ ക്ലോസ് ആയിട്ടാ തോന്നിയത് സെക്കൻഡ് വൺ. Second also adjective clause or what? Doubt of. നെക്സ്റ്റ് Noun clause. Next is number 3 is noun clause. എന്താണ്? കൺഫ്യൂഷൻ ആണോ? കൺഫ്യൂഷൻ ആണ് അല്ലേ? ചോദിക്കുമ്പോ കൺഫ്യൂഷൻ ആണ്. പക്ഷെ ടീച്ചർ അത് വർക്ക്ഷീറ്റ് അയച്ചപ്പോ മോക്ക് ടെസ്റ്റ് അയച്ചിരുന്നില്ലേ, അത് കുഴപ്പമില്ലായിരുന്നു, ഈസി ആയിട്ട് ചെയ്തു. അത് അഡ്ജക്റ്റീവ് ഫ്രേസ് മാത്രം ആയതുകൊണ്ട് എളുപ്പമായിരുന്നു. നൗൺ ക്ലോസും കൂടെ രണ്ടും കൂടെ വരുമ്പോൾ കൺഫ്യൂഷൻ ആണ്, മനസ്സിലാവുന്നില്ല ഏതാണെന്നുള്ളത്. ആ മിസ് രണ്ടും കൂടി വരുമ്പോഴാ പ്രോബ്ലം. ഓരോന്നാണെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ കുഴപ്പമില്ല. എക്സാമ്പിൾ അങ്ങനെ ഓരോന്നും വരാൻ ചാൻസ് ഉണ്ടോ? ഒന്നിച്ചറിയുമ്പോൾ അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ ക്ലിയർ ആയി. ഫ്രേസ് ക്ലിയർ ആണ് എല്ലാവർക്കും? ഓക്കെ, നമുക്ക് ക്ലോസ് ആദ്യം ക്ലിയർ ചെയ്യാം. കൺഫ്യൂഷൻ ക്ലിയർ ചെയ്യാം. ഓക്കെ, അതായത് ഒരു അഡ്ജക്റ്റീവ് ക്ലോസ് ഒരു നൗണിനെ അല്ലെങ്കിൽ പ്രോണൗണിനെ, ഓക്കെ, അത് ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ, വേറൊന്നും ചിന്തിക്കേണ്ട, ഞാൻ പറയുന്നത് മാത്രം കേട്ടിരിക്കുക. അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയുമ്പോൾ നൗണിനെ അല്ലെങ്കിൽ പ്രോണൗണിനെ എന്താണ് മോഡിഫൈ ചെയ്യുന്നതാണ്, ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. ഓക്കെ, അതാണ് അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയുന്നത്. ഡിസ്ക്രൈബ് ചെയ്യുന്നത് നൗണിനെ അല്ലെങ്കിൽ പ്രോണൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് അഡ്ജക്റ്റീവ് ക്ലോസ്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് റിലേറ്റീവ് പ്രോണൗൺ വെച്ചിട്ടാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇത് എന്താണ് റിലേറ്റീവ് പ്രോണൗൺ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഒരു കാര്യം, ഈ നൗണും പ്രോണൗണും സബ്ജക്റ്റില് സബ്ജക്റ്റോ ഒബ്ജക്റ്റോ ആയിട്ട് വരും. മനസ്സിലായോ? സെന്റൻസില് സബ്ജക്റ്റ് ആയിട്ടും വരാം, ഒബ്ജക്റ്റ് ആയിട്ടും വരാം. ഓക്കെ, അപ്പൊ നിങ്ങൾ സെന്റൻസ് നോക്കുമ്പോ അത് ആ നൗണിനെ അല്ലെങ്കിൽ പ്രോണൗണിനെ കുറിച്ചിട്ടാണ് അവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നെക്സ്റ്റ്, ഇത് ഏത് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് ഞാൻ പറഞ്ഞു അല്ലെ? ക്ലോസ് എന്ന് പറയും ഇത് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. സ്റ്റാർട്ട് ചെയ്യുന്നത് റിലേറ്റീവ് പ്രോണൗൺ വെച്ചിട്ടാണ്. ഓക്കെ, ഇത് കൂടുതലും ഈ നൗണിനെ അല്ലെങ്കിൽ പ്രോണൗണിനെ കുറിച്ചിട്ട് അതിനെ കുറിച്ച് കൂടുതൽ അഡീഷണൽ ഇൻഫർമേഷൻ തരുന്നതായിരിക്കും ക്ലോസ്. മനസ്സിലായോ? നൗണിനെ കുറിച്ചോ അല്ലെങ്കിൽ പ്രോണൗണിനെ കുറിച്ചിട്ടോ അഡീഷണൽ ഇൻഫർമേഷൻ തരുന്ന ഒന്നായിരിക്കും എന്ത് അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. ഓക്കെ, ഫസ്റ്റ് നൗണിനെ അല്ലെങ്കിൽ പ്രോണൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. റിലേറ്റീവ് പ്രോണൗൺ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇത് കുറച്ച് എന്താണ് നൗണിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ പ്രോണൗണിനെ കുറിച്ചിട്ട് കുറച്ചുകൂടി കൂടുതൽ അഡീഷണൽ ഇൻഫർമേഷൻസ് ആയിരിക്കും തരാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. ഇനി നെക്സ്റ്റ്, ഒരു സെന്റൻസ് കാണുമ്പോൾ ഇനി എങ്ങനെ പെട്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നാണ്. അപ്പൊ ഒബ്ജക്റ്റീവ് ക്ലോസ് ഇത്രയും ക്ലിയർ ആയി. ഓക്കെ, അത് മനസ്സിലാക്കിയിരിക്കട്ടെ. നെക്സ്റ്റ്, നൗൺ ക്ലോസ്. നൗൺ ക്ലോസ് എന്ന് പറയുമ്പോൾ ഒരിക്കലും നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുകയല്ല അവിടെ ചെയ്യും. അതിന് ഫങ്ഷൻസ് ആയിരിക്കും അവിടെ പറയാം. അത് ഒരു നൗൺ ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ചിട്ടായിരിക്കും. മനസ്സിലായോ? ക്ലിയർ ആയോ? നൗൺ എന്തെങ്കിലും ഒരു പ്രവൃത്തി അവിടെ ചെയ്യുന്നുണ്ടാകും, ആ പ്രവൃത്തിയെ കുറിച്ചിട്ടായിരിക്കും അവിടെ പറയും. അല്ലാതെ ആ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുകയല്ല ചെയ്യുന്നത്. അതായത് നൗണിനെ കുറിച്ചിട്ട് കൂടുതൽ അഡീഷണൽ ഇൻഫർമേഷൻസ് ആയിരിക്കില്ല നൗൺ ക്ലോസിൽ വരാം. ഓക്കെ, ക്ലിയർ ആണോ? നൗൺ ക്ലോസ് നൗൺ ക്ലോസ് എന്ന് പറയുന്നത് സബോർഡിനേറ്റ് കൺജങ്ഷൻ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഇത് നൗണിന്റെ ഫങ്ഷൻസ് ആണ്. ഓക്കെ, നൗണിന്റെ ഫങ്ഷൻസിനെ കുറിച്ചിട്ടാണ് ആ സെന്റൻസിൽ പറയാം. അല്ലാണ്ട് ആ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് നൗണിനെ ആയിരിക്കില്ല ഡിസ്ക്രൈബ് ചെയ്യുന്നത്, നൗണിന്റെ ഫങ്ഷൻസിനെ.
ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ പ്രവർത്തികളെ ആയിരിക്കും നൗൺ ക്ലോസിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അവിടെ പ്രിപ്പോസിഷന് ശേഷം ആയിരിക്കും കൂടുതൽ എന്താണ് ഈ നൗൺ ക്ലോസ് വരാം. പ്രിപ്പോസിഷൻ കഴിഞ്ഞിട്ടായിരിക്കും നൗൺ ക്ലോസ് വരാം. പ്രിപ്പോസിഷൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ വരാം? ഇപ്പോ ഇൻ, ഓൺ, അറ്റ്, ഔട്ട്, അങ്ങനെ ഒരുപാടുണ്ട് പ്രിപ്പോസിഷൻസ്. അപ്പൊ ആ പ്രിപ്പോസിഷൻ കഴിഞ്ഞിട്ടായിരിക്കും നൗൺ ക്ലോസ് സാധാരണ വരാം. ഓക്കെ, അതിന്റെ കൂടെ തന്നെ ഈ സബോർഡിനേറ്റ് കൺജക്ഷൻ ഉണ്ടാകും. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയുന്നത് ക്ലിയർ ആയോ? യെസ് മാം. ക്ലിയർ അല്ലേ? ഇനി നിങ്ങളൊന്ന് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. എന്നിട്ടും പറ്റില്ലെങ്കിൽ ഞാൻ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു. ഇനി പറഞ്ഞു നോക്കി, ഒരു സെന്റൻസില് നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാണ്. നൗണിനെ കുറിച്ച് കൂടുതലും ഇൻഫർമേഷൻസ് തരുന്നുണ്ടെങ്കിൽ അത് അഡ്ജക്റ്റീവ് ക്ലോസും, നൗണിന്റെ ഫങ്ഷൻസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ടെങ്കിൽ അത് നൗൺ ക്ലോസും ആണ്. ഇനി നോക്കി, ഫസ്റ്റ് വൺ, കറക്റ്റ് സെന്റൻസിന്റെ മീനിങ് മനസ്സിലാക്കാം. മനസ്സിലാവുന്നില്ല? ഓക്കെ, ഇനി അടുത്തൊരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ കയ്യിൽ ഒരു സെന്റൻസ് കിട്ടിയെന്നിരിക്കുക, ഏതെങ്കിലും ഒരു സെന്റൻസ് ആയിക്കോട്ടെ. ഒരു സെന്റൻസ് കിട്ടി എന്ന് വിചാരിക്കാം. ഈ ഒരു സെന്റൻസ്, ഓറഞ്ച് ദാറ്റ് ഹി ബോട്ട് വാസ് ഡെലീഷ്യസ് എന്ന് പറയുന്ന ഈ സെന്റൻസ് നിങ്ങൾ വായിക്കുക. ഓക്കെ, ഓറഞ്ച് ദാറ്റ് ഹി ബോട്ട് വാസ് ഡെലീഷ്യസ്. നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്നുണ്ടോ? How was the orange he bought? No, അതായത് നൗൺ ആൻസർ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്നുണ്ടോ? എന്താണ് ഡെലീഷ്യസ് ആയിട്ടുള്ളത്? എന്താണ് ഡെലീഷ്യസ് ആയിട്ട് വാങ്ങിയത്? അല്ലെ? വാട്ട് ഹി ബോട്ട് വാസ് ഡെലീഷ്യസ് എന്ന് ചോദിക്കാം. എന്ന് ചോദിച്ചാല് നമുക്ക് ആൻസർ എന്ത് കിട്ടും? ഓറഞ്ച് കിട്ടും അല്ലെ? അപ്പൊ മനസ്സിലാക്കാതെ അത് ഓറഞ്ചിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, വേറെ ഒന്നും അവിടെ ഇല്ല. ഓറഞ്ചിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് ആയിട്ട് ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് ആൻസർ കിട്ടും. നെക്സ്റ്റ് ഓക്കെ, ദ വുമൻ ഹു വാസ് വെയറിംഗ് എ റെഡ് ഡ്രസ്. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേ, Who was wearing a red? ആരാണ് റെഡ് ഡ്രസ് വെയർ ചെയ്തത്? Woman. വുമൺ ആണ് അല്ലേ? നെക്സ്റ്റ്, ദ ബുക്ക് ദാറ്റ് ഐ റീഡ് ലാസ്റ്റ് നൈറ്റ്. എന്താ ക്വസ്റ്റ്യൻ? എന്താണ് last night? എന്താണ് ഞാൻ ലാസ്റ്റ് നൈറ്റ് വായിച്ചത്? ഞാൻ ആരായിരുന്നു? ഞാൻ ലാസ്റ്റ് നൈറ്റ് വായിച്ചത്. What I read last night എന്ന് ചോദിച്ചാൽ ആൻസർ the book ആണ്. I visited the town where they met. എന്താണ്? Who visited the town? അവിടെ പോയപ്പോഴാണ് അയാളെ കണ്ടത്. Who visited the town where they met? ആരാണ് വിസിറ്റ് ചെയ്തത്? ഞങ്ങൾ അവർ മീറ്റ് ചെയ്ത സ്ഥലം ആരാണ് വിസിറ്റ് ചെയ്തത്? ആരാണ്? അയ്യാണ്, ഞാനാണ് അല്ലെ? അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളിലെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആൻസർ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഇതില് ഞാൻ പറയാട്ടെ, ഏതാണെന്ന് ഞാൻ പറയാം. തേർഡ് വൺ ഒന്ന് വായിച്ചേ. Be excited about where they will go on vacation. ഇവിടെ എന്താണ്? വെക്കേഷൻ എവിടെ പോണെന്ന് ഓർത്തിട്ട് എക്സൈറ്റ്. എന്തിനെ കുറിച്ചാണ് അവൾ എക്സൈറ്റഡ് ആയത്? എന്തിനെ കുറിച്ചിട്ടാണ് എക്സൈറ്റഡ് ആയത്? നമുക്ക് അവിടെ ഒരു നൗണിന്റെ ആൻസർ കിട്ടുന്നുണ്ടോ? പറയൂ, നൗൺ ആൻസർ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അവൈലബിൾ ആണോ അല്ലേ? No. നോ അല്ലേ? ഇനി ഫോർത്ത് വൺ,
പറയൂ. ഫോർത്ത് വൺ ക്വസ്റ്റ്യൻ പറയൂ. The story is about hero. ഈ സ്റ്റോറിയില് ആരാണ് റിയൽ ആയിട്ടുള്ള ഹീറോ? എന്താ ആൻസർ? ഇനി ആൻസർ ഇല്ലല്ലോ. ആൻസർ ഇല്ലല്ലോ അല്ലെ? ഇങ്ങനെയും നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ ആണോ? ക്ലിയർ ആയോ? അപ്പോ അഡ്ജക്റ്റീവില് നമ്മൾ അങ്ങനെ ചോദ്യം ചോദിച്ചാല് നൗൺ ആയിരിക്കും ആൻസർ ആയിട്ട് വരാം. പക്ഷെ ഈ നൗൺ ക്ലോസില് അങ്ങനെ ചോദ്യം ചോദിക്കുമ്പോ അവിടെ ആ ചോദ്യം ചോദിക്കുമ്പോ ആ ചോദ്യത്തില് എന്തെങ്കിലും ഒരു വെർബ് ഉണ്ടാകും. ഇവിടെ നോക്കിയേ, he excited about where they will go on vacation. അല്ലെ? എന്താണ് നമ്മൾ ചോദിക്കുക? ഇപ്പൊ വേണമെങ്കിൽ ചോദിക്കാം ആരാണ് കൂടുതൽ എക്സൈറ്റഡ് ആയത്. പക്ഷെ ആ ഒരു ചോദ്യം കറക്റ്റ് ആവില്ല അല്ലെ? പിന്നെ നിങ്ങൾക്ക് നോക്കേണ്ടത് ഇവിടെ അബൌട്ട് എന്ന് പറയുന്ന ഒരു പ്രൊപ്പോസിഷൻ ഉണ്ട്. അതിനുശേഷമാണ് വന്നിരിക്കുന്നത്. അങ്ങനെയും നിങ്ങൾക്ക് വെച്ച് നോക്കാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് നൗൺ ക്ലോസും അഡ്ജക്റ്റീവ് ക്ലോസും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? ഫസ്റ്റത്തത് adjectives ആണോ? പറയും. ആൻസർ എല്ലാവരും പറയും. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ലെന്ന് പറയാം. ആൻസർ പറയാൻ പറ്റുന്നൊക്കെ. The doctor that I met at the hospital was friendly. Answer? Adjective. Close. Adjective clause. You came here the day that I got married. Adjective clause. That is also adjective clause. Noun clause. Do you know that he doesn't eat meat? That is noun clause. Noun clause. Noun clause. Where is the bag that I bought for you? Adjective clause. Adjective. I know the man who came here yesterday. Adjective clause. I think that you should support your sister. Noun clause. എന്താണ് ബാക്കി ആയിരുന്നു മിണ്ടാത്തെ? ഉഷ പറയുന്നത് ഞാൻ കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് ഞാൻ പറയുന്നില്ലല്ലോ. ഉഷയുടെ എന്താണ് ഡ്യൂട്ടി ചെയ്യുന്നു, ആൻസർ പറയുന്നു. ബാക്കി ആരെന്തൊന്നും മിണ്ടാത്തെ? ഫിഫ്ത്ത് വൺ ക്ലോസ് noun clause ആണോ? I know the man. Who came here yesterday വന്നപ്പോ noun clause ആണോ? അത് ആൻസർ പറഞ്ഞിട്ടില്ല. നിങ്ങളോട് ആൻസർ പറയാനാ അല്ലെ? അപ്പൊ സബി പറയുന്നത് അത് നൗൺ ക്ലോസ് ആണെന്നാണ് അല്ലെ? ആണോ? നിങ്ങൾ ആൻസർ പറയും. നിങ്ങൾ ആൻസർ പറയുമ്പോൾ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അതിന് വേണ്ടിയിട്ടാണ് ഈ ചോദിക്കുന്നത്. പറയൂ. അത് ഡൗട്ട് ഉണ്ട് noun clause ആണോന്ന്. ഓക്കെ, നിങ്ങളൊരു കാര്യം ചെയ്തു. നിങ്ങൾ പറയും. സിക്സ്ത് വൺ പറഞ്ഞു. ഐ തിങ്ക് ദാറ്റ് യു ഷുഡ് സപ്പോർട്ട് യുവർ സിസ്റ്റർ. യുവർ ആണ് സപ്പോർട്ട് യുവർ. That is noun clause. I think that you should support your sister. നിങ്ങൾ ആ ഒരു ട്രിക്കി രീതിയിലൂടെ മനസ്സിലാക്കും. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്ന് എനിക്കിപ്പോ അറിയാൻ പറ്റുന്നത്. ആ കൺഫ്യൂഷൻ വേണ്ട. എന്താണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ എന്ന് പറഞ്ഞേ? നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തത്? പറയൂ. പറ, റെസ്പോണ്ട് ചെയ്യൂ. എന്നാൽ എനിക്കറിയാൻ പറ്റുള്ളൂ. റെസ്പോണ്ട് ചെയ്യൂ. എന്താന്ന് മനസ്സിലാവണില്ല. കൺഫ്യൂഷൻ എന്താന്ന് മനസ്സിലാവണില്ല. മനസ്സിലാവും. നിങ്ങൾ ഞാൻ പറഞ്ഞ രീതിയിൽ ഒന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കി. അതൊരു ക്വസ്റ്റ്യൻ ഉണ്ടാണെങ്കിൽ ഞാൻ ഫിഫ്ത്ത് വൺ പറഞ്ഞില്ലേ, ഐ നോ ദ മാൻ ഹൂ കെയിം ഹിയർ യെസ്റ്റർഡേ. മിസ് പറഞ്ഞിരുന്നില്ലേ റിലേറ്റീവ് പ്രൊണൗണിന് ഇത് ദാറ്റ്, വിച്ച്, ഹൂം വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഹൂ കെയിം ഹിയർ യെസ്റ്റർഡേ വരുമ്പോ നോൺ ക്ലോസ് അല്ലേ വരാം?
അതാണ് എനിക്ക് ഡൗട്ട് വന്നത്. ആ ഓക്കെ. ഇതിപ്പോ നിങ്ങൾ ഫസ്റ്റ് ആൻസർ നിങ്ങൾ എന്താ പറയുന്നത്? The doctor that I met at the hospital was friendly. എല്ലാവരും ആൻസർ പറ. ക്ലോസ്. അഡ്ജക്റ്റീവ്. എല്ലാവരും പറയും ആൻസർ അഡ്ജക്റ്റീവ് ആണോ? അതെ. നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചു. The doctor that I met at the hospital was friendly. Noun clause. ഹോസ്പിറ്റൽ കണ്ടായിരുന്നു ഫ്രണ്ട്ലി. ഡോക്ടർ. ഡോക്ടറല്ലേ ഫ്രണ്ട്ലി ആയിട്ട് ഡോക്ടറെയാണ് ഹോസ്പിറ്റലിൽ കണ്ടത് അല്ലേ? ആരെയാണ് കണ്ടത് ഹോസ്പിറ്റലിൽ? അത്ര ഫ്രണ്ട്ലി ആയിട്ട് ആരെയാണ് കണ്ടത്? ഡോക്ടറിനെ. Doctor. അപ്പൊ ഇത് ക്ലോസ് ആണ്. അഡ്ജക്റ്റീവ്. Adjective clause. Okay. Next, you came here the day that I got married. Adjective clause. Question ഉണ്ടാകില്ലേ? എപ്പോഴാണ് നിങ്ങൾ വന്നതെന്നാണോ വരിക? നിങ്ങള് ഒരു സെന്റൻസ് കിട്ടിക്കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും ഒരു സബ്ജക്ട് ഉണ്ടല്ലോ. ഇപ്പൊ ഇവിടെ യു കെയിം ഹിയർ that I got married എന്ന് വന്നു. ഇവിടെ യു വരാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് നോക്കി. യു ആൻസർ വരണം. എന്റെ കല്യാണത്തിന് You came here the day that I got married. ആ സെന്റൻസിന്റെ മീനിങ് ഒന്ന് പറഞ്ഞു. ദിവസം ആരാണ് വന്നത്? ആ സെന്റൻസിന്റെ മീനിങ് ഒന്ന് പറ. പറഞ്ഞ ക്വസ്റ്റ്യൻ നീ എന്റെ കല്യാണത്തിന്റെ അന്നാണ് വന്നത്. അല്ല, അതാണ്. അപ്പൊ നിങ്ങൾക്ക് മീനിങ് അറിയാൻ പറ്റില്ല, അതാണോ? പറ. അതാണോ പ്രോബ്ലം? മീനിങ് മനസ്സിലാവുന്നില്ലയോ? വന്നത് നീ എന്റെ കല്യാണത്തിന്റെ അന്ന് വരണം. നീ വന്ന ദിവസമാണ് ഞാൻ എന്ത് കല്യാണം കഴിച്ചത്. അപ്പൊ ആരോ ദിവസമാണ് ഞാൻ കല്യാണം കഴിച്ചത്? നീ വന്ന ദിവസം. അപ്പൊ അവിടെ നീ എന്ന് പറഞ്ഞൊരു ആൻസർ കിട്ടി. അപ്പൊ അതെന്താണ്? എക്സാമിൽ ഞാൻ ഇതുപോലെ മീനിങ് പറഞ്ഞിട്ടുണ്ടാവോ? ഇല്ല. അപ്പൊ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണ്ടേ? അപ്പൊ നിങ്ങളുടെ പ്രോബ്ലം എന്താന്ന് പറഞ്ഞാലേ ഞാൻ അനുസരിച്ച് പറഞ്ഞുതരാം. ഓക്കെ. ഇനി അടുത്തത് നിങ്ങളെ മീനിങ് ഒന്ന് പറഞ്ഞു നോക്കി. അവൻ മീറ്റ് കഴിക്കില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അപ്പൊ ഇതിൽ എന്ത് The noun clause. അപ്പൊ ഇവിടെ എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കുക? സുചന. അവൻ കഴിക്കില്ല ഞങ്ങൾക്കറിയാം. മീറ്റ് കഴിക്കില്ല എന്നാണ് നിങ്ങൾക്കറിയാവുന്നത്. ഞങ്ങൾക്കറിയാം അവൻ മീറ്റ് കഴിക്കില്ല അല്ലെ എന്നാണ് ആ സെന്റൻസിന്റെ മീനിങ്. നമുക്കതിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്നുണ്ടോ? അവൻ എന്ത് കഴിക്കില്ല എന്നാണ് നിങ്ങൾക്കറിയാം. അപ്പൊ ഒരിക്കലും അത് മീറ്റ് ആയിട്ട് ആൻസർ വരില്ല. വരുമോ? പറ. ആര് കഴിക്കില്ല എന്നും ചോദിക്കാൻ പറ്റില്ലേ? ആര് അവൻ കഴിക്കില്ല എന്നുള്ളത് ആര് കഴിക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം എന്നൊരു ക്വസ്റ്റ്യനോ? അവൻ എന്ത് കഴിക്കില്ല എന്ന് നിങ്ങൾക്കറിയാം. എന്ത് കഴിക്കില്ലെന്ന് ഞങ്ങൾക്കറിയാം. മീറ്റ് ആണ്. ഓക്കെ, അങ്ങനെ ഒരു ആൻസർ വന്നു. മീറ്റ് എന്തെങ്കിലും ആൻസർ വന്നു എന്ന് വിചാരിച്ചു. അപ്പൊ അതെന്തായി? അതൊരു നൗൺ ആണ്, അല്ലാതെ പ്രോണൗണോ നൗണോ അല്ല അല്ലേ? അപ്പൊ ഏത് ക്ലോസ് ആണ്? നൗൺ ക്ലോസ്. അഡ്ജക്റ്റീവോ? നൗൺ ക്ലോസ്.
ഓക്കെ, ഇനി നെക്സ്റ്റ് പറഞ്ഞേ. Where is the bag that I bought for you? ഞാൻ നിനക്ക് വാങ്ങി തന്ന ബാഗ് എവിടെ? Adjective clause. ഉഷ കൺഫ്യൂഷൻ ആക്കല്ലേ, അവർക്ക് അറിയില്ല. ഓക്കെ, ഉഷക്ക് എല്ലാം അറിയാം. അഡ്ജക്റ്റീവ് ക്ലോസ് ഏതാണ്, നോൺ ക്ലോസ് ഏതാണ് കറക്റ്റ് ആയിട്ടൊക്കെ അറിയാം. ഓക്കെ, അപ്പൊ ഉഷ ആൻസർ പറയുമ്പോ ചിലപ്പോ ഇവര് അപ്പൊ ഉഷ പറയുന്നതാണ് കറക്റ്റ്. Okay, I will keep silent. That is why I didn't responding while asking question and all. But okay, I will keep silent. ഓക്കെ, അപ്പൊ അത് ഏതാണ്? What is the bag that I bought for you? ഞാൻ നിനക്ക് വാങ്ങി തന്നത് എവിടെ എന്നാണോ ക്വസ്റ്റ്യൻ ചോദിക്കുക? അപ്പൊ നൗൺ ക്ലോസ് ആണ് വരിക. ഞാൻ എന്താണ് നിനക്ക് വാങ്ങി തന്നതെന്ന് ചോദിക്കും. ഓക്കെ. ബാഗ്. ബാഗാണോ? ബാഗല്ലേ? അതെ. അപ്പൊ എന്താണത്? adjective. അഡ്ജക്റ്റീവ് അല്ലേ? ആ നമുക്കേ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നേരിട്ട് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടുന്നുണ്ടോ നോക്കാം. അങ്ങനെ കറക്റ്റ് ഡയറക്റ്റ്ലി ആൻസർ ഉണ്ടെങ്കിൽ അത് അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. കറങ്ങി തിരിഞ്ഞാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നെങ്കിൽ അത് നൗൺ ക്ലോസ് ആണ്. നമുക്ക് കാരണം ക്വസ്റ്റ്യൻ ചോദിക്കാൻ കിട്ടുന്നില്ലെങ്കിലും നമ്മളത് കറങ്ങി തിരിഞ്ഞ് നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒരു ആൻസർ ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കില്ലേ, അത് നൗൺ ക്ലോസ് ആണ്. മനസ്സിലായോ? ആ സെന്റൻസിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അഡ്ജക്റ്റീവ് ക്ലോസ്. ഏതിൽ ഒരെണ്ണം നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ, അപ്പൊ where is the bag that I bought for you? ഞാൻ നിനക്ക് വാങ്ങി തന്ന ഞാൻ നിനക്ക് എന്താണ് വാങ്ങി തന്നത്? ബാഗാണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. ഇനി I know the man who came here yesterday. ഇവിടെ നമുക്ക് ഇന്നലെ വന്നത് ആരാണ് എന്ന് ചോദിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മൾ ചോദിച്ചു who came here yesterday എന്ന് ചോദിച്ചു. ഇതിൽ ആൻസർ ആരാ? ആൻസർ എന്താ? A man. മാൻ ആണോ? അവിടെ ആൻസർ എന്താ? അപ്പൊ എന്താണ്? കൺഫ്യൂഷൻ ആണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നില്ലേ? അപ്പൊ അത് ഏത് ക്ലോസ് ആണ്? നോൺ ക്ലോസ്. നൗൺ ക്ലോസ് ആണ്. ഇനി ഐ തിങ്ക് ദാറ്റ് യു ഷുഡ് സപ്പോർട്ട് യുവർ സിസ്റ്റർ. ഇതെന്താണ്? എനിക്കറിയാം നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്തതെന്ന്. അപ്പൊ സിസ്റ്ററിന് വരുന്നുണ്ട്. അപ്പൊ അഡ്ജക്റ്റീവ്. അതിന്റെ മീനിങ് അങ്ങനെയല്ലോ. എനിക്ക് തോന്നുന്നു നിങ്ങൾ സപ്പോർട്ട് നിങ്ങളുടെ സിസ്റ്ററിനെ ചെയ്യുന്നതുകൊണ്ട് noun. ഏത് ക്ലോസ് ആണിത്? നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്തത് എന്നുള്ള ചോദ്യം ചോദിക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നു നീ നിന്റെ സിസ്റ്ററിനെയാണ് നിന്റെ സിസ്റ്ററിനെ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെയാണ്. യു ഷുഡ് സപ്പോർട്ട് യുവർ സിസ്റ്റർ മീൻസ് നിന്റെ സപ്പോർട്ടിനെ ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് ആ സെന്റൻസിന്റെ മീനിങ് വരാം. ഓക്കെ, അപ്പോഴും ചോദിച്ചൂടെ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന്? സിസ്റ്ററിന് ആൻസർ വരില്ലേ? ഇവിടെ ഐ തിങ്ക് ദാറ്റ് എനിക്ക് തോന്നുന്നു, എന്റെ തോന്നലാണ്, എനിക്ക് തോന്നുന്നു നീ സിസ്റ്ററിനെ സപ്പോർട്ട് ചെയ്യണം എന്നാണ്. ചെയ്യണം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ എന്താ വരാ? ഈ ദാറ്റ് കഴിഞ്ഞിട്ടുള്ള ഇത് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. നോക്കി, അതായത് ദാറ്റ് ഈ റിലേറ്റീവ് പ്രോണൗൺ ആയ ദാറ്റ് റിലേറ്റീവ് പ്രോണൗണും സബോർഡിനേറ്റ് കൺജക്ഷൻ ഒക്കെയാണ് അത്. ദാറ്റ് കഴിഞ്ഞിട്ടുള്ള പോർഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്നുണ്ടോ നോക്കി? നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യണം അല്ലെ? അപ്പൊ യുവർ സിസ്റ്റർ എന്ന് വരും ആണോ? യെസ്. പക്ഷെ ആ ക്വസ്റ്റ്യൻ തന്നെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കൺഫ്യൂഷൻ മാറിയിട്ടില്ല. ഓക്കെ, നിങ്ങൾ ഇതിൽ കൂടെ എങ്ങനെയാ പറഞ്ഞിട്ടതാ? ഇപ്പോ ഇനി വേറൊരു ടെക്നിക്ക് എന്ന് പറഞ്ഞാല്
അഡ്ജക്റ്റീവ് അത് പറയുന്നതൊക്കെ കൺഫ്യൂഷൻ കൂടും. അതുകൊണ്ടാണ് അഡ്ജക്റ്റീവ് ക്ലോസ് പാസ്റ്റ് ടെൻസ് ആയിരിക്കും. നൗൺ ക്ലോസ് ഒരു പ്രസന്റ് ആ ഒരു ഇതിലാ വരാം. പ്രസന്റ് ടെൻസ് ആ ഒരു ഇതിലാ വരാം. മനസ്സിലായോ? സെന്റൻസ് നോക്കിയിട്ട് അത് ഏത് ടെൻസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. അറിയാൻ പറ്റും. അതല്ലേ എളുപ്പം ടീച്ചർ? പാസ്റ്റ് ആണോ പ്രസന്റ് ആണോ? അതല്ലേ ഇതല്ലേ ഇപ്പം പറഞ്ഞതല്ലേ കൂടുതൽ എളുപ്പം? അതാണ് ഏറ്റവും എളുപ്പം. പക്ഷെ നിങ്ങൾക്ക് ടെൻസ് അറിയാവോ? ഞാൻ കാരണം ടെൻസ് എടുത്തിട്ടില്ല. അല്ലാതെ ടെൻസ് അറിയാവോ എല്ലാവർക്കും? യെസ്, ഐ നോ ദ ടെൻസ്. ഇതൊരു കാര്യം ചെയ്യൂ. ടെൻസിനെ ബേസ് ചെയ്തിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഏതാണ് ടീച്ചർ? എല്ലാരും ഫസ്റ്റ് തുടങ്ങി മാനേജ് ചെയ്യാൻ പറ്റുന്നത്. ഈ ഫസ്റ്റ് വൺ മെറ്റ് വന്നില്ലേ, അത് പാസ്റ്റ് അല്ലേ? ദ ഡോക്ടർ ദാറ്റ് ഐ മെറ്റ് അറ്റ് ദ ഹോസ്പിറ്റൽ വാസ് ഫ്രണ്ട്ലി. അതിൽ മെറ്റ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് അല്ലേ? ആൻസർ പറഞ്ഞു പോക്കോളൂ. അപ്പൊ ആ ഒരു മെത്തേഡ് കറക്റ്റ് ആണെങ്കിൽ എല്ലാവർക്കും സെക്കൻഡ് വൺ ഓൾസോ യു കെയിം ഹിയർ. കെയിം ഈസ് പാസ്റ്റ് ടെൻസ്. മാരീഡ് ഓൾസോ മാരീഡ്. We know that he doesn't eat meat. ഇത് present tense. Where is the bag that I bought? Bought is a past tense. Buy, bought. I know the man who came here yesterday. Came is past. Come, came, come. I think that you should support your sister. ഇതില് past tense ഇല്ല. Seventh one, you haven't told me whose car is this. Told is a past tense. Tell, told. Next one, everybody asked if you could help. Asked is a past tense. Do you know the woman whose picture is in the magazine? Idile past tense illa. Next one, the game which was played yesterday ended in what is that? Ended in a tie. നയൻത്തില് വരുന്നില്ലേ നോ? ഡു യു നോ എന്നുള്ളത്? No is a past tense. No, new, non. Is it correct, teacher? No is a past tense. No, new, non. That is a correct. Present, past. Is it? No, present ആണ്. Present word. 11th one, the people who lived next door are good neighbors. Lived in a past tense. 12th one, fruit that is grown organically expensive. Grow, that is a past tense. Grown. Grow, grew, grown. I wonder where he's passed the exam or not. Past tense is there. I can't tell you where he lives. Idili present tense aanu upayogichadu. No past tense. Is it correct? കറക്റ്റ് ആണോ എന്ന് ചോദിച്ചാല് കുറച്ച് കറക്റ്റ് ആണ്, കുറച്ച് മിസ്റ്റേക്ക്. എവിടെ മിസ്റ്റേക്ക് പറഞ്ഞത്? നമ്മള് സെവൻത് വൺ ഏത് ടെൻസ് ആണ്? സെവൻത് വൺ പാസ്റ്റ് ടെൻസ് അല്ലേ? ഹാവ്, ഹാഡ് അല്ലേ വരുന്നത്? പാസ്റ്റ് ടെൻസ് വരുമ്പോ ഹാഡ് അല്ലേ വരുന്നത്? അതെ. അപ്പൊ പറഞ്ഞത് പ്രസന്റ് എന്നായിരുന്നു. ഓക്കെ ടീച്ചർ, പക്ഷെ എനിക്ക് ഇതാണ് എളുപ്പമായിട്ട് തോന്നുന്നത്. ടീച്ചർ പറഞ്ഞതിൽ ഇപ്പൊ ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയത് ഇതാണ്. കാരണം എനിക്ക് ടെൻസ് അത്ര കുഴപ്പമില്ല. എല്ലാ ഓൾമോസ്റ്റ് ഇതിൻ്റെതും വേർഡ്സിൻ്റെതും അറിയാം. പക്ഷെ ബാക്കിയുള്ളവർക്ക് ടെൻസ് കൺഫ്യൂഷൻ ആണ് എന്ന് തോന്നുന്നു. ഐ തിങ്ക് സോ. അതാണ് ഞാൻ ടെൻസിന്റെ കാര്യം പറയാഞ്ഞത്. കാരണം ടെൻസ് കുറച്ച് ടഫ് ഉള്ള ഒരു പോർഷൻ ആണ്. അത് ഇവിടെ കൊണ്ടുവരുമ്പോ ആർക്കൊക്കെ മനസ്സിലാവുന്നില്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ടെൻസ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം. അപ്പോൾ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നും. മതിയോ? ടീച്ചർ ഇപ്പൊ പറഞ്ഞത് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ അത് അഡ്ജക്റ്റീവ് ക്ലോസ് ആയിരിക്കും, അല്ലെങ്കിൽ നൗൺ ക്ലോസ് ആയിരിക്കും അല്ലേ?
എന്നെ സംബന്ധിച്ച് ഇതാണ് ഏറ്റവും എളുപ്പം. ടീച്ചർ ഇതുവരെ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും എളുപ്പം ഇതായിരുന്നു. ഈ വെരി ഈസി. മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. 11th വണ്ണിൽ ദ പീപ്പിൾ ഹു ലിവ്ഡ് അല്ല ലിവ് ആണ്. അതുപോലെ ഫ്രൂട്ട് ദാറ്റ് ഈസ് ഗ്രോ ആണ്, ഗ്രോൺ അല്ല ഗ്രോ ആണ്. ആ മിസ്റ്റേക്സ് ഞാൻ കറക്റ്റ് ചെയ്ത് തരാം. അപ്പൊ ഒരു എന്താണെന്ന് മനസ്സിലാവും. ഓക്കെ, ഇനി ബാക്കി എല്ലാവരുടെയും ഒപ്പീനിയൻ ഒന്ന് പറയാമോ? ടെൻസ് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് അറിയാമോ ഇല്ലയോ? അല്ലെങ്കിൽ ഞാൻ ടെൻസിന് ശേഷം നിങ്ങൾക്ക് ഈ പോർഷൻ എടുത്താൽ മതി. കാരണം ടെൻസ് വെച്ച് ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ഏറ്റവും സിമ്പിൾ. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. The doctor that I met at the hospital was friendly. ഞാൻ മീറ്റ് ചെയ്തു. ചെയ്തു മീൻസ് കഴിഞ്ഞ കാര്യമാണ്, അല്ലെ? കഴിഞ്ഞ കാര്യമാണ്. ഇത് അഡ്ജക്റ്റീവ് ആണ്. You came here the day that I got married. നീ വന്ന ദിവസമാണ് ഞാൻ കല്യാണം കഴിച്ചത്. കഴിഞ്ഞു. It's an adjective clause. We know that he doesn't eat meat. എനിക്കറിയാം നിങ്ങൾ നീ മീറ്റ് കഴിക്കില്ല. It's a എന്താണ്? അതൊരു പ്രസന്റ് ആണ്, കണ്ടിന്യൂസ് ആണ്, പ്രസന്റിൽ നടക്കുന്ന കാര്യമാണ്. It's a noun clause. Where is the bag that I bought for you? Where is the bag? ഇതിൽ മിസ്റ്റേക്ക്. ബോട്ട് എന്ന് കേൾക്കുമ്പോൾ ബോട്ട് എന്ന് പറയുമ്പോൾ എന്താണത്? നിനക്ക് വാങ്ങിച്ച ബാഗ് ഇവിടെ, നിനക്ക് വാങ്ങിച്ച ബാഗ് ഇവിടെ. കാരണം ഓൾറെഡി വാങ്ങിച്ചു, പാസ്റ്റ് ടെൻസ് ആണ്, അല്ലെ? അപ്പൊ അത് അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. നെക്സ്റ്റ്, I know the man who came here yesterday. എനിക്കറിയാം ഇന്നലെ വന്നത് ആരാണെന്ന് എനിക്കറിയാം. അത് പ്രസന്റ് ആണോ? പാസ്റ്റ് അല്ല, അത് പ്രസന്റ് അല്ല. എനിക്കറിയാം എന്നൊക്കെ പ്രസന്റിലായിട്ടോ ഉള്ളിക്കപ്പെടുത്താം, അല്ലെ? പക്ഷെ ഇവിടെ യു കെയിം ഹിയർ, ഇന്നലെ വന്നത് ആരാണെന്ന് എനിക്കറിയാം. ഇന്നലെ വന്നത് അത് കഴിഞ്ഞു പോയ കാര്യമാണ്, അല്ലെ? പാസ്റ്റ് ആണ്. ഇന്നലെ വന്നത് ആരാണെന്ന് എനിക്കറിയാം. ഓക്കെ, അത് പാസ്റ്റ് അല്ലേ? ഇറ്റ്സ് എ അഡ്ജക്റ്റീവ് ക്ലോസ്. ഓക്കെ, നെക്സ്റ്റ്, ഐ തിങ്ക് ദാറ്റ് യു ഷുഡ് സപ്പോർട്ട് യുവർ സിസ്റ്റർ. നീ നിന്റെ സിസ്റ്ററിനെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. സപ്പോർട്ട് ചെയ്യണം, പ്രസന്റ് ആണ്. അപ്പൊ ഇതെന്താണ്? നൗൺ ക്ലോസ് ആണ്. നെക്സ്റ്റ്, യു ഹാവൻ ടോൾഡ് മീ ഹൂസ് കാർ ഈസ് ദിസ്. നീ എന്നോട് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ലല്ലോ അതാരുടെ കാറാണ്, നീ എന്നോട് പറഞ്ഞിട്ടില്ല എന്നാണ്. അതെന്തായിരിക്കും? നിങ്ങൾ തന്നെ ആൻസർ പറഞ്ഞേ. ഞാൻ മലയാളം പറയാം, നിങ്ങൾ ആൻസർ പറയും. നീ പറഞ്ഞില്ല അത് ആരുടെ കാറാണ്, നീ എന്നോട് പറഞ്ഞില്ല. നൗൺ ക്ലോസ് ആണ്. ഇനി എവരിബഡി ആസ്ക്ഡ് ഇഫ് യു കുഡ് ഹെൽപ് മീ. എല്ലാവരും ചോദിച്ചു നിനക്ക് എന്താണ്, നിനക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എല്ലാവരും ചോദിച്ചു. Adjective. Noun clause. അത് കൺഫ്യൂഷൻ. ആസ്ക്ഡ് എന്ന് വരുമ്പോ പാസ്റ്റ് അല്ലേ? അത് കൺഫ്യൂഷൻ. ആസ്ക്ഡ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ആണ്. Everyone asked if you could help me. If you could help. അവിടെ ഐ തിങ്ക് എന്റെ ഒരു മിസ്റ്റേക്ക് ആയിരിക്കും, ഞാൻ ടൈപ്പ് ചെയ്തൊരു മിസ്റ്റേക്ക് ആയിരിക്കും. മേ ബി ഐ തിങ്ക് ഇഫ് യു ക്യാൻ ഹെൽപ്പ്. എവരിബഡി ആസ്ക് ഇഫ് യു ക്യാൻ ഹെൽപ്പ് എന്നാണെങ്കിലോ പ്രസന്റ് ആണ്. ഈ മിസ്റ്റേക്സ് എല്ലാം ഞാൻ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, do you know the woman whose picture is in the magazine ആണ്. magazine. Do you know the woman whose picture is in the magazine? ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. Adjective clause. ഇത് അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. പക്ഷെ അതെന്താണ്? പറയൂ, ഈ മാഗസിനുള്ളത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്നാണ് ചോദ്യം. മാഗസിനുള്ളത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് പറയുമ്പോ അത് കേൾക്കുമ്പോ അത് പ്രസന്റ് ആണ്, അല്ലേ? ആണോ? പക്ഷെ അത് ക്വസ്റ്റ്യൻ അല്ലേ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യൂ. എന്താണ്? അതൊരു ക്വസ്റ്റ്യൻ അല്ലേ? അതൊരു പ്രസന്റ് ടെൻസ് ആണ്, പക്ഷെ അതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവും. Do you know the woman whose picture is in the magazine എന്ന് ചോദിക്കുമ്പോൾ അത് അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. ഓക്കെ, പ്രസന്റ് ടെൻസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അത് എന്താണ്? അഡ്ജക്റ്റീവ് ക്ലോസിലേക്കാണ് പോകുക.
ആ മാഗസിനുള്ളത് ആരാണ് എന്ന് നിനക്ക് അറിയാമോ എന്നാണ് ചോദിക്കുക. മാഗസിനുള്ളത് ആരാണ് എന്ന് നിനക്ക് അറിയാമോ? ചോദ്യം ചോദിക്കുന്നത് പ്രസന്റിലാണെങ്കിലും നടന്നത് പാസ്റ്റിലാണ് അല്ലേ? ഒരു കാര്യം ചോദിക്കട്ടെ, നിന്റെ ടെൻസ് പറയുമ്പോൾ കൺഫ്യൂഷൻ വരുന്നുണ്ടോ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാമോ? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കൺഫ്യൂഷൻ വരുന്നുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ എത്രയോ വഴികൾ ഇപ്പൊ ഞാൻ ഇത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ എത്ര രീതികൾ പറഞ്ഞു എന്ന് ഞാൻ പറയട്ടെ. ഫസ്റ്റ് അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നു. ഇങ്ങനെയൊക്കെയാണ് വരാ, അതിന്റെ ഫങ്ഷൻസ് ആയിരിക്കും നൗൺ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അഡ്ജക്റ്റീവ് ആൻഡ് നൗണിനെ മോഡിഫൈ ചെയ്യാണ് ചെയ്യുക എന്ന് പറഞ്ഞു. അതിനുശേഷം എന്താണ്, അതിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ ആ രീതി കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതിനുശേഷം ഞാൻ ടെൻസ് പറഞ്ഞു. ഇനി ഇതിൽ കൂടുതൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാത് പറഞ്ഞു തരണ്ടേ? നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്താലേ എനിക്കറിയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവാത്തത്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്, നിങ്ങളൊന്ന് പറ എല്ലാവരും. ടീച്ചർ, ഹൂസ് പിക്ചർ ഈസ് ഇൻ ദ മാഗസിൻ, അതെങ്ങനെയാ പാസ്റ്റ് ആവുന്നേ? മാഗസിൻ ഉള്ള കാര്യമില്ല ചോദിച്ചേ. ഒരു മാഗസിൻ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു അല്ലേ? യെസ്. യെസ്. അത് ആരാണെന്ന് അറിയാമോ എന്നല്ലേ ചോദിച്ചേ? അല്ലേ? ഓൾറെഡി ഒരു പാസ്റ്റില് സംഭവിച്ച കാര്യമില്ല. മാഗസിൻ ഓൾറെഡി അത് പ്രിന്റ് ചെയ്ത് വന്ന കാര്യമല്ലേ? അത് അറിയാമോ എന്ന് ചോദിക്കുമ്പോ അത് ചോദിക്കുന്ന ചോദ്യം പ്രസന്റിലാണെങ്കിലും അത് വന്നിരിക്കുന്നത് പാസ്റ്റിലല്ലേ? യെസ് ടീച്ചർ, ഇതാണ് പറഞ്ഞത്. ഒന്ന് രണ്ട് സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ടെൻസ് അറിയാവുന്നത് കൊണ്ട് ചിലപ്പോൾ ഇത് കൺവേ ആകുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ളവരുടെ കാര്യം എനിക്ക് അറിയില്ല. അവരാരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. എന്താ ചെയ്യും? നിങ്ങളൊന്ന് പറയാമോ? ക്വസ്റ്റ്യൻ ആയിട്ടുണ്ടെങ്കിൽ അഡ്ജക്റ്റീവ് ആണോ? അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഞാനൊരു കാര്യം അങ്ങോട്ട് പറയട്ടെ നിങ്ങളോട്. ഞാൻ നിങ്ങളുടെ ടെക്സ്റ്റില് ഇപ്പൊ ഈ പോർഷനെല്ലാം കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് വരും. മോക്ക് ടെസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഇതാക്കി ചെയ്യാൻ സിമ്പിൾ ആണ്. നിങ്ങൾ ആൻസർ ചെയ്യും. നോൺ ക്ലോസ് സിമ്പിൾ ആയിട്ട് നിങ്ങൾ ആൻസർ ചെയ്യും. ഓക്കെ, നിങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യും. എന്തായാലും നോണിന്റെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യും. അതിനുശേഷം ഇപ്പൊ ആഡ്വേർബ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലെ? ആഡ്വേർബിൽ നിങ്ങൾക്ക് ഡൗട്ടും കാര്യം എന്തെങ്കിലും ഉണ്ടോ? ആഡ്വേർബ് ടീച്ചർ എടുത്തിരുന്നില്ലല്ലോ, അത് പിന്നെ പറയാന്നല്ലേ പറഞ്ഞത്, കാരണം ഒരുമിച്ച് എടുക്കുന്നു. ഓക്കെ, ഒരു കാര്യം ചെയ്യാം നമുക്ക്. ഈ നൗണും ഈ അഡ്ജക്റ്റീവ് ഇങ്ങനെ തന്നെ നിൽക്കട്ടെ. അഡ്ജക്റ്റീവ് നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒറ്റക്ക് ഒരെണ്ണം മാത്രമാണ് നിങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നൗണിന്റെ മോക്ക് ടെസ്റ്റും വരും. അതും കൂടെ നിങ്ങൾ അറ്റൻഡ് ചെയ്യാം. എന്നിട്ട് ഈ പോർഷൻ അങ്ങനെ തന്നെ നിൽക്കട്ടെ. ടെൻസ് വരുന്നുണ്ട്. നമ്മൾ ടെൻസ് പഠിക്കും. ടെൻസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ഈ കാണുന്ന ഈ 20 സെന്റൻസും നിങ്ങൾക്ക് ഏത് ടെൻസ് ആണെന്ന് സിമ്പിൾ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിനുശേഷമാണ് ഞാൻ ഈ നൗണിന്റെ കാര്യം പറയുന്നെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്കത് മനസ്സിലാവും. ഞാൻ അപ്പോ എടുത്തു തന്നാൽ മതി. ഇത് അതല്ല കൊടുത്തിട്ട് പറ്റില്ല. അല്ലാണ്ട് നിങ്ങൾക്ക് അറിയാണ്ട് ഞാൻ പിന്നെ കുറെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പൊ ടെൻസ് കഴിഞ്ഞിട്ട് ഈ നൗണിലേക്കും അഡ്ജക്റ്റീവിലേക്കും വരാം. ഓക്കെ ആണോ? അപ്പോ ഇത്ര നേരം റെസ്പോണ്ട് ചെയ്യാണ്ട് മനസ്സിലാവുന്നിട്ടാണ് നമ്മൾ പറഞ്ഞാൽ പോരെ. എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. അതൊക്കെ മനസ്സിലാൻ വേണ്ടിയാണ് ഞാൻ പല രീതിയിൽ ഇങ്ങനെ പറയുന്നത്. പക്ഷെ ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നോട് പറയാം, മിസ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഒരു ഇത് ചെയ്യാം നമുക്ക്. കാരണം ടെൻസ് എടുത്തിട്ട് ഇതിലേക്ക് പോകാം. പിന്നെ ഒരു കാര്യം, ടെൻസ് എടുത്തതിന് ശേഷം ഞാൻ ചിലപ്പോൾ മറന്നു പോകും. നിങ്ങൾ ഈ കാര്യം എന്നെ ഓർമ്മിപ്പിക്കണം. അത് ചെയ്യും എല്ലാവരും. ഓക്കെ, അപ്പൊ ആ കാര്യം ഓക്കെ. ഇതിനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട, ഞാൻ എന്തായാലും പറഞ്ഞു. അപ്പൊ ഇത് വിട്ടേക്കോ. നാളെ ഐ തിങ്ക് നാളെ നൗണിന്റെ മോക്ക് ടെസ്റ്റ് ഉണ്ടാകും. ഓക്കെ, അത് അറ്റൻഡ് ചെയ്യാം. ഓക്കെ ആണല്ലോ? സമാധാനമായില്ലേ? ആശ്വാസം? എനിക്കും ആശ്വാസം.
ടീച്ചർ ലാസ്റ്റ് ഇങ്ങനെ ഒരു ക്ലൂ പറഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലായത്. അതുകൊണ്ട് കുഴപ്പമില്ല. ടെൻസ് വെച്ചിട്ടാവുമ്പോൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് പറ്റാത്തത് ടെൻസ് അറിയാത്തോണ്ടാണ്. ടെൻസ് അറിയുന്ന ഒരാൾക്കാണെങ്കിൽ അത് സിമ്പിൾ ആണ്. അപ്പൊ നമുക്ക് ആദ്യം ടെൻസ് പഠിക്കും. ഓക്കെ, നമുക്കിത് പഠിച്ചെടുത്താൽ പോരെ, എക്സാമിന് നല്ല മാർക്കാണ്. അതല്ലാതെ നിങ്ങൾക്ക് ഇത് അറിയാൻ പറ്റണം. അപ്പൊ നമുക്ക് ഏറ്റവും നല്ല എളുപ്പ വഴി എന്ന് പറയുന്നത് ടെൻസ് പഠിച്ചതിന് ശേഷം ഈ നൗണിൽ, അതാണ് നല്ലത്. ഓക്കെ, അപ്പൊ ആ കാര്യം സോൾവ് ആയി. ഇനി നെക്സ്റ്റ് ആഡ്വേർബ് ആണ്. ആഡ്വേർബിൽ വേറെ ഒന്നുമില്ല. വെർബിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരാള് ചെയ്ത പ്രവൃത്തിയെ കുറിച്ചിട്ടായിരിക്കും പറയാം. മനസ്സിലായോ? ഒരാള് ചെയ്ത പ്രവൃത്തിയെ കുറിച്ചിട്ടാണ്. അഡ്ജക്റ്റീവ് നൗണിൽ വന്നിരിക്കുന്നത് നൗൺ ചെയ്ത പ്രവൃത്തിയെ കുറിച്ചും നൗണിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. എന്ത് രണ്ടും അങ്ങനെയാണ്, നൗണിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. മനസ്സിലായോ? അഡ്ജക്റ്റീവ് നൗണും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നൗണിനെയും പ്രോനൗണിനെയൊക്കെ തന്നെയാണ്. പക്ഷെ വെർബിന്റെ കാര്യത്തിൽ, ആഡ്വേർബിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇത് ഫോക്കസ് ചെയ്യുന്നത് വെർബിനെയാണ്. ഒരാൾ ചെയ്ത പ്രവൃത്തിയാണ് ആഡ്വേർബ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ അത്? യെസ് ടീച്ചർ, ദിസ് ഈസ് ക്ലിയർ. നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ വരാൻ കാരണം രണ്ടും ഈ അഡ്ജക്റ്റീവ് നൗണും നൗണിനെ തന്നെ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ വന്നത്. മനസ്സിലായോ? വെർബ് ആഡ്വേർബിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഒരാള് ചെയ്ത പ്രവൃത്തിയാണ് ഇവിടെ പറയും. പ്രവൃത്തി ചെയ്യുന്നുണ്ടോ, ആരെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടോ, അത് ആഡ്വേർബ് ആണ്. ഓക്കെ, ക്ലിയർ ആണ്? സെന്റൻസ് നോക്കിയോ. ഹി തിങ്സ് ബ്യൂട്ടിഫുള്ളി. അവൻ നന്നായിട്ട് എന്താണ് പാട്ട് പാടുന്നു. ഇവിടെ എന്താണ്, എന്തിനെ കുറിച്ചാണ് മോഡിഫൈ ചെയ്തത്? സിങ്സ് ആണ്. കാരണം അവൻ ചെയ്തൊരു പ്രവൃത്തിയാണ് എന്ത്, പാടുക എന്നുള്ളത്. പാടുക എന്നതിനെയാണ് നമ്മളിവിടെ ബ്യൂട്ടിഫുള്ളി എന്ന് പറഞ്ഞ് മോഡിഫൈ ചെയ്തത്. അല്ലെ? അപ്പൊ ബ്യൂട്ടിഫുള്ളി എന്ന് പറയുന്നതാണ് എന്ത്, ആഡ്വേർബ്. ഓക്കെ ആണോ? മിസ്സേ, പ്രവൃത്തിയെ ആണോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുന്നതിനെയാണോ ആഡ്വർബ് എന്ന് പറയുന്നത്? പ്രവൃത്തിയെ മോഡിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡിനെയാണ് ആഡ്വേർബ് എന്ന് പറയുന്നത്. അപ്പൊ ബ്യൂട്ടിഫുള്ളി ആണോ ആഡ്വർബ് ആയിട്ട് തന്നെ? ഓക്കെ, ഓക്കെ. ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയെ മോഡിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡാണ് ആഡ്വർബ്. നെക്സ്റ്റ്, I opened the jar easily. ഈസിലി. എനിക്ക് എക്സ്പ്ലനേഷൻ വേണം. ഈസിലി മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, എക്സ്പ്ലനേഷൻ പറയുന്നതാണ്. എന്താണ് ഈസിലി പറഞ്ഞത്? എന്താണ്, എന്തിനെ മോഡിഫൈ ചെയ്യുന്നതാണ്? ജാർ ഓപ്പൺ ചെയ്യുവാൻ ഈസി ആയിട്ട്. ഓപ്പൺ ചെയ്ത് ഈസി ആയിട്ടാണ്. ഓപ്പൺ ചെയ്യുക എന്നതിനെയാണ് പറഞ്ഞത്, അല്ലാണ്ട് ജാറിനെ അല്ല. മനസ്സിലായോ? അത് ശ്രദ്ധിക്കണം. വെർബിനെയാണ് മോഡിഫൈ ചെയ്തത്. നെക്സ്റ്റ്, I wrote it carefully. Carefully. മോഡിഫൈ ചെയ്തു. എഴുതിയത് കെയർഫുള്ളി ആയിട്ടാണ് എന്നാ പറഞ്ഞത്. ടീച്ചർ ഈസ് ടീച്ചിങ് ക്വയറ്റ്ലി. ടീച്ചർ പഠിപ്പിക്കുന്നത് പഠിപ്പിച്ചത് ക്വയറ്റ്ലി ആയിട്ടാണ്. അല്ലെ? ടീച്ചിങ് മീൻസ് പഠിപ്പിക്കുക. ഇതൊരു വേർബാണ്, പ്രവൃത്തിയാണ്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയാണത്, പഠിപ്പിക്കുക. അല്ലെ? അപ്പൊ ഇതെല്ലാം ആഡ്വേർബ് മനസ്സിലായോ? യെസ് മിസ്. അപ്പൊ നിങ്ങൾ കൺഫ്യൂഷൻ വരുമ്പോ സൈലന്റ് ആകും. ക്ലിയർ ആണെങ്കിൽ ഓക്കെ, ആക്റ്റീവ് ആണ്. അപ്പൊ നിങ്ങളുടെ ക്യാരക്ടർ ഞാൻ അന്ന് അതായിരുന്നു ടീച്ചറോട് ആഡ്വേർബ് എടുത്തോന്ന് പറഞ്ഞത്, ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട്. അന്ന് അഡ്ജക്റ്റീവ് ക്ലോസും നോൺ ക്ലോസ് ഒക്കെ പറഞ്ഞപ്പോ മൊത്തം കൺഫ്യൂഷൻ ആയി. അപ്പൊ ഒരു റിലാക്സേഷന് വേണ്ടിയിട്ടാണ് എന്നാ ആഡ്വേർബ് എടുത്തോന്ന് പറഞ്ഞത്. അപ്പൊ പിന്നെ ടീച്ചർ തന്നെ പറഞ്ഞു എന്നാ അത് കുഴപ്പമില്ല, നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് ആദ്യം തീർത്തിട്ട് എടുക്കാം. പക്ഷെ അത് വലിയ പാടാന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. പക്ഷെ സിമ്പിൾ ആണ്ടാ, വളരെ സിമ്പിൾ ആണത്. നമുക്ക് കാര്യം ഒരു ട്രിക്ക് കിട്ടിക്കഴിഞ്ഞാൽ സിമ്പിൾ ആണത്. ഓക്കെ, അപ്പൊ ആഡ്വേർബ് മനസ്സിലായി.
ഇനി ഫ്രേസ് എന്തായിരിക്കും? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞ ആഡ്വർബ് ഫ്രേസ് എന്തായിരിക്കും? ഒന്നിലധികം വേർഡ്സ് യൂസ് ചെയ്തിട്ട് വെർബിനെ ഡിസ്ക്രൈബ് ചെയ്യോ മോഡിഫൈ ചെയ്യോ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ആഡ്വർബ് ഫ്രേസ് എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് പറഞ്ഞു എക്സ്പ്ലെയിൻ ചെയ്ത് എല്ലാവരും ഓരോരുത്തരായിട്ട് ഒരു എക്സാമ്പിൾ വായിക്കാം, എക്സ്പ്ലെയിൻ ചെയ്യും. My sister Rachel sings extremely well. ഇവിടെ extremely ന്നും well ന്നും ആ സിങ്ങിനെ മോഡിഫൈ ചെയ്തു. You are walking slowly. Walking verb അത് slow adverb slowly adverb phrase. എന്താണ് സൈലന്റ്? ഞാൻ വായിക്കില്ല, നിങ്ങൾ തന്നെ വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. സോറി, വയ്യ. പറയൂ. Let's go for a walk after dinner. Walk verb after dinner adverb phrase. അണ്ടർലൈൻ ചെയ്തിട്ട് ബേസ് ചെയ്താണ് പറയുന്നത്. എന്നാൽ എക്സ്പ്ലെയിൻ ചെയ്യും, നിങ്ങൾക്ക് എന്താണ് മനസ്സിലായതെന്ന് പറയും. ഡിന്നറിന് ശേഷം നമുക്ക് നടക്കാൻ പോകാം, അങ്ങനെയാ പറയാം. അല്ലെങ്കിൽ നമുക്ക് നടക്കാൻ പോകാം എന്ന് പറഞ്ഞാൽ മതി, അല്ലേ? നമുക്ക് നടക്കാൻ പോകാം, ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക് എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു. നമുക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് നടക്കാൻ പോകാം, ഡിന്നർ കഴിച്ചതിന് ശേഷം നമുക്ക് നടക്കാൻ പോകും. അതുകൊണ്ടാണ് ആഫ്റ്റർ ഡിന്നർ എന്ന് പറയുന്നത് അവിടെ ഫ്രീസ് ആയിട്ട് വന്നത്. ഓക്കെ, നെക്സ്റ്റ് ഷീ സിങ്സ് ലൈക്ക് രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഷീ സിങ്സ് ലൈക്ക് ആൻ ഏഞ്ചൽ. അവിടെ ഒരു സെന്റൻസ് കൂടെ ആവശ്യമുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇത് ഫ്രേസ് ആയിട്ട് വരും. ഇനി ഹി സ്പീക്സ് വെരി ലൗഡ് വോയിസ്. സംസാരിച്ചത് വളരെ ഉച്ചത്തിലാണ്. അപ്പോ വെർബിനെ എന്താണ് ഒന്നോ അതിൽ കൂടുതലോ വാക്കുകൾ യൂസ് ചെയ്തുകൊണ്ട് മോഡിഫൈ ചെയ്യുന്നതാണ് adverb phrase. ക്ലിയർ ആണല്ലോ? ഇനി adverb clause സെയിം ആണ്, വെർബിനെ തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇതിൽ വേറെ ഒന്നും നോക്കണ്ട, സബോർഡിനേറ്റ് കൺജക്ഷൻ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. വെർബിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ക്ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കൂ. I will not go out if it rains heavily. അതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞു, മീനിങ് ഒന്ന് പറഞ്ഞു. ഞാൻ പുറത്തേക്ക് പോകില്ല. ഇവിടെ എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? പുറത്ത് പോണ കാര്യമാണോ? അല്ലെ, മഴയെ കുറിച്ചിട്ടാണോ പറയുന്നത്? പുറത്ത് പോണ കാര്യം. പുറത്ത് പോണം, മഴ ആയതുകൊണ്ട് പോകാൻ പറ്റുന്നില്ല, അല്ലെ? അപ്പൊ പോകാൻ വേണ്ടിയിട്ടാണ്, ഗോയാണ് മെയിൻ, അല്ലെ? അതാണ് the adverb clause. Next, you can watch TV after you finish your homework. ഹോംവർക്ക് ഫിനിഷ് ചെയ്തതിന് ശേഷം നിനക്ക് ടി വി കാണാം. അപ്പൊ ഹോംവർക്ക് ചെയ്യലാണ് ഫസ്റ്റ് ഡ്യൂട്ടി, അല്ലേ? ആണോ? വാച്ച് ടി വി. ഓക്കെ, ടി വി കാണണ്ടേ? ഹോംവർക്ക് ചെയ്തതിന് ശേഷം നീ ടി വി കണ്ടോ? നിനക്ക് ടി വി കാണാലോ, അത് കാണാൻ പറ്റൂ. ഓക്കെ, വാച്ച് ആണ് അവിടെ verb. As soon as he heard the news, he called me. ശേഷം ന്യൂസ് കേൾക്കാം. എന്നെ വിളിച്ചു, അവൻ എന്നെ വിളിച്ചു. he called me, എന്നെ വിളിച്ചു എന്താണ്? as soon as he called the news. ന്യൂസ് കേട്ട സമയത്ത് അവൻ വിളിച്ചു എന്നൊരു മീനിങ് ആണ് ഇവിടെ. അപ്പൊ ഇവിടെ എന്താണ് വെർബ്? വിളിക്കുക എന്നൊരു വെർബ് അല്ലേ? ആണോ? Yes, heard also a verb. കേട്ടപ്പോൾ എന്നല്ലേ? കേട്ട. ഇവിടെ മെയിൻ ആയിട്ട്
മിസ് ഇതിലാകെ സബോർഡിനേറ്റ് കൺജക്ഷൻ വരുന്നത് ഫസ്റ്റ് ഏത് വേർബിന്റെ മുന്നിലാണോ അതാണ് ആഡ്വേർബ് ക്ലോസ്, അങ്ങനെ നോക്കിയാ പോരെ? മതി. സിമ്പിൾ. ആ ഓക്കെ. അല്ല, 2 വേർബ് വരുന്നുണ്ടല്ലോ മിക്കതിൽ. ഇപ്പൊ യു ക്യാൻ വാച്ച് TV, വാച്ചും വേർബാണ്. ഫിനിഷ് യുവർ ഹോംവർക്ക് എന്ന് പറയുമ്പോൾ അതിലും വേർബ് വരുന്നുണ്ടല്ലോ. അപ്പം സബോർഡിനേറ്റ് കൺജക്ഷൻ വരുന്നതാണ് ആഡ്വേർബ് ക്ലോസ് വരിക. സബോർഡിനേറ്റ് കൺജക്ഷൻ കഴിഞ്ഞ് വരുന്നതാണ് ക്ലോസ് ആയിട്ട് വരുന്നത്. ഓക്കെ. എവിടെ നിങ്ങൾ സബോർഡിനേറ്റ് കൺജക്ഷൻ കണ്ടോ അതിന് ശേഷമുള്ള വേർഡ് ആയിരിക്കും സെന്റൻസ് ആയിരിക്കും ക്ലോസ്. ഇനി ശ്രദ്ധിക്കേണ്ടത് അവിടെ വെർബ് ആണോ വെർബിനെ ഫോക്കസ് ചെയ്താണോ പറയുന്നത് മാത്രം നോക്കിയാൽ മതി. ക്ലിയർ ആണോ ഇത്? ഇനി ഷീ കെയിം ടു ദ പാർട്ടി ബിഫോർ ഇറ്റ് വാസ് ഓവർ. അവള് പാർട്ടി കഴിയുന്നതിന് മുൻപ് വന്നു. മനസ്സിലാവുന്നുണ്ടോ എന്താണ്? Yes, teacher. ഓക്കെ. അപ്പൊ ബിഫോർ എന്ന് പറയുന്ന കൺജക്ഷന് ശേഷമാണ് വന്നിരിക്കുന്നത്. സെന്റൻസ് ആണ് എന്ത് ക്ലോസ്, ആഡ്വേർബ് ക്ലോസ്. ഈ ഫോളോഡ് മീ where I went. അവരെന്നെ ഫോളോ ചെയ്യാണ്. ഞാൻ പോയത് എവിടെ പോയെന്ന് അറിയുമ്പോൾ എന്നെ ഫോളോ ചെയ്തു. ഫോളോ അതാണ് എന്ത് ഓക്കെ. ക്ലിയർ ആണോ? അപ്പോ യെസ് മിസ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ സബ്ജക്റ്റിന് ശേഷം ഒരു വെർബ് ഉണ്ടാകും. സബ്ജക്റ്റിന് ശേഷം ഒരു വെർബ് ഉണ്ടാകും. ആ വെർബിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ആ സെന്റൻസ് എല്ലാം വരുന്നത്. ഓക്കെ, മനസ്സിലായോ? മിസ് ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നതല്ലേ ക്ലോസ് ആയിട്ട് വരുന്നത്, ആഡ്വർബ് ക്ലോസ് ആയിട്ട് വരുന്നത്? അതെ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. കൺഫ്യൂഷൻ ഉണ്ടോ? നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടെ പറയാം. ഇല്ല മിസ്, ഇത് കൺഫ്യൂഷൻ ഇല്ല. സമാധാനം. ഞാൻ അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടെ നമുക്കൊന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോ നാളെ നൗണിന്റെ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും കേട്ടോ. അറ്റൻഡ് ചെയ്യണേ, നന്നായിട്ട് അറ്റൻഡ് ചെയ്യണേ. ഓക്കെ, ബൈ. ഓക്കെ, താങ്ക് യു മിസ്. താങ്ക് യു മാം. Thank you.